സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയിൽ എമ്പുരാൻ എന്ന സിനിമയെക്കുറിച്ചാണ് പറയാനുള്ളത്. ഈ സിനിമയെക്കുറിച്ച് ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങളൊക്കെ എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ മലയാള സിനിമയിൽ ഇന്ത്യൻ സിനിമ കണ്ടത് ഏറ്റവും വലിയ പ്രൊമോഷൻ സ്ട്രാറ്റജിയാണ് ഈ സിനിമയുടെ അണിയർ പ്രവർത്തകർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ സിനിമ ഇങ്ങനെ ഒരു വിവാദം കത്തി നിന്നില്ലായിരുന്നെങ്കിൽ ഒരു 3-4 ദിവസം കൊണ്ട് ഈ സിനിമ വീണേനെ. അതായത് ഇപ്പം അടിച്ചു കയറി പോകുന്ന പോലെ ഈ കോടികളൊക്കെ ഒന്നും കയറി പോകത്തില്ലായിരുന്നു ഈ സിനിമ, ഉറപ്പായിരുന്നു. കാരണം ഈ സിനിമയ്ക്ക് അതിനുള്ള കണ്ടന്റേ ഉണ്ടായിരുന്നുള്ളൂ. സിനിമ കണ്ട മോഹൻലാൽ ഫാൻസ് അടക്കമുള്ള ആൾക്കാർ പറഞ്ഞത് തന്നെയാണ്, ഞാൻ സിനിമ കണ്ടതാണ്, എനിക്കത് തന്നെയാണ് തോന്നിയത്. പക്ഷെ അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു വിവാദം ഈ സിനിമയിലേക്ക് കയറി വന്നതോടെ ഈ സിനിമയുടെ റേഞ്ച് തന്നെ അങ്ങ് മാറിപ്പോയി. ഈ സിനിമ ഏറ്റവും വിവാദപരമായ സീൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 20-30 മിനിറ്റാണ്. പക്ഷേ ആ 20-30 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഗംഭീരമായിട്ടാണ് പൃഥ്വിരാജ് ആ സീൻ ചെയ്തു വെച്ചത്. തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞപ്പം എനിക്കും മറ്റാൾക്കാർക്കും ഒരുപാട് ആൾക്കാർക്കും സിനിമയുടെ മേക്കിങ്ങിനെ കുറിച്ചാണ് പറയാനുണ്ടായിരുന്നത്. അതിലേക്ക് വർഗീയതയോ മറ്റ് ചരിത്രപരമായ കാര്യങ്ങളൊന്നും ആരുടെയും മനസ്സിൽ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതിന് ശേഷം ഇവിടുന്ന് ഈ ഗ്രൂപ്പ് ഒരു ആൾക്കാർ ട്രിഗർ ചെയ്ത് വിട്ട ഒരു ഇതിൽ നിന്ന് ഈ സിനിമ അങ്ങോട്ട് മാറി. ഈ സിനിമ സ്വാഭാവികമായിട്ടും അന്നേരം ആ സിനിമയുടെ അത്ര ഗംഭീരമായിട്ട് ചെയ്ത ആ സീനിന്റെ ആ റേഞ്ച് മനസ്സിലാക്കാതെ അതിലെ വർഗീയത തന്നെ ചർച്ച ചെയ്ത് ഈ സിനിമ ഇപ്പം വേറൊരു തലത്തിലേക്ക് അങ്ങ് പോയി. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഈ സിനിമ ഇനിയും ഈ സിനിമ കണ്ടില്ലെന്നുണ്ടെങ്കിൽ എന്തോ ഒരു നാണക്കേട് പോലെ ആൾക്കാർക്ക് തോന്നുന്ന രീതിയിലേക്ക് തന്നെ ഇത് വന്നു. ശരിക്കും ഇതിന്റെ അണിയർ പ്രവർത്തകർക്ക്, പ്രൊഡക്ഷൻ ടീമിന് യാതൊരുവിധ പ്രൊമോഷൻ സംബന്ധിച്ച് ഒന്നും ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല. ഫുൾ ടൈം ഈ എമ്പുരാൻ എന്ന സിനിമ ഇപ്പം സോഷ്യൽ മീഡിയയിലും ചാനലുകളും അത്ര ആക്റ്റീവായിട്ട് 10 പൈസ മുടക്കില്ലാതെ നിൽക്കുകയാണ്. അതാണ് പറഞ്ഞത്, ഇന്ത്യൻ സിനിമയെ കണ്ട ഏറ്റവും വലിയൊരു പ്രൊമോഷൻ ടെക്നിക്കാണ് ഈ സിനിമ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടുള്ളത് സിനിമയായിട്ട് കാണുക,